യൂട്യൂബ് ചാനലിലേക്ക് സാധനം നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണത് എൻ്റെ ഓൾഡ് വീഡിയോസ് ആണ്. ഇത് AR ബൈ ഇത് BT ബെസ്റ്റ്. ഇവന്റെ മാർക്കറ്റ് വാല്യൂ 1000 രൂപയാണ്. 1000 മേടിച്ചാണ് ഇവന് ആൾക്കാരെ ഇവര് കൊണ്ടുപോയിക്കാൻ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് തന്നാണ്. എടാ ഇവൻ ഫ്രീ ആയിരുന്നു ഫസ്റ്റ്, പിന്നീട് ഇവൻ 1 മില്യൺ ആയത്. ഓക്കെ, അവ നമുക്ക് റിയാക്ഷനിലോട്ട് കടക്കാം. ഇത് പണ്ടത്തെ ആണ്. സ്ട്രൈക്കിങ് ഇട്ടാലേ വരുന്നു. കുറച്ചുകൂടി ടീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീം കണ്ടിട്ട് എംബാപ്പെ ഉണ്ട്, ഹെൻറി ഉണ്ട്, പിന്നെ വെരോൺ ഉണ്ട്, കോപ്പലുണ്ട്, ഹെൻറി ഉണ്ട്, കോലമുവാനി ഉണ്ട്, കുറെ പേരുണ്ട്, പിന്നെ മൻസ് ഉണ്ട്, കുറെ പേരുണ്ട്. ഇതിന്റെ റേറ്റിംഗ് 100 ആണ്. കെമിസ്ട്രി 72 ആണ്. കുറെ പേരുണ്ട്. നമുക്കപ്പോൾ ടീമിന്ന് അപ്ഗ്രേഡ് ചെയ്യണ എങ്ങനെയാണ്? പണ്ട് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. ഇതെന്താ പണ്ടത്തെയാണ്. പണ്ട് ഇപ്പൊ ഫിഫ കുറച്ചൊരു അഡ്വാൻസ് ആയിട്ടുണ്ട്. ഇത് പണ്ട് തന്നെ അതാണ് 100ന്റെ മുകളിലൊക്കെ പോകണം. ഇവന് ഗൈസ് ആകെ 145,802 മില്യൺ അല്ല, കോയിൻസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ലുക്ക് സോ എന്നിട്ട് ഇവൻ ക്രിസ്ത്യാനോന് ഹക്കീമിനെയും പർച്ചേസ് ചെയ്യാൻ നമുക്ക് നോക്കി. ഇവൻ പണ്ടത്തെയാണ്. പണ്ട് ഇവൻ ഒന്നുമില്ല. ഇവന്റെ ടീം വാല്യൂ 29. ഞാൻ എൻ്റെ അപ്പോഴത്തെ ടീം വാല്യൂ 59 ആയിരുന്നു. ഓക്കെ, നമുക്ക് റിയാക്ഷനിലോട്ട് കിടക്കാം. വീണ്ടും മനസ്സിലാവും ഹക്കീമിനാണ് വാങ്ങാൻ പോണത്. ഹക്കീമിന് തല മാറ്റോ? ഹക്കീമിനാണ് വാങ്ങാൻ പോണത്. ഹക്കീമിനെ വാങ്ങിച്ചിട്ട് ഇവൻ ഹക്കീമിന്റെ വാല്യൂ കൂടുമ്പോ വിൽക്കും. എവിടെ തന്നെയാ പോണത്? വാങ്ങിച്ചിട്ട് ക്ലബിൽ നിന്ന് ഒരാളെ വിൽക്കണം. ഇവൻ പ്രാധായിരുന്നു. അപ്പൊ ഈ വീഡിയോ സ്പോയിലർ അടിച്ചു, അതായത് സ്പോയിലർ ആയൊരു വീഡിയോ ആണ്. അതിന്റെ റിയാക്ഷൻ ആണ്. എന്ത് സംഭവിക്കുന്ന എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഓക്കെ ഗൈസ്, വേറെ വീഡിയോയിലോട്ട് പോകുന്നു. ഇതും ഫിഫ തന്നെയാണ്. ഇവന് ഫിഫ മാത്രമേ അറിയുള്ളൂ. ഫ്രെദേഴ്സിന്റെ ഒക്കെ വീഡിയോ ഉണ്ട്, അതൊക്കെ പിന്നെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് വിസിലടിച്ചു ഗൈസ്. നമ്മ ജയിച്ചു ഗൈസ്. പണ്ടത്തെ വീഡിയോ ഫസ്റ്റ് ആണ് തുടങ്ങുന്നത് വീഡിയോ. ഒരു മാച്ച് കളിച്ചിട്ടാണ്. ഇവിടെ കുറെ ഡോർമാമോ 106 GK ഉണ്ട്. പിന്നെ 103ന്റെ ഉണ്ട്, 103ന്റെ പിന്നെ കുറെ. ഇത് നാഷണൽ ഹീറോസിന്റെ ആണ്. ഗൈസ് ഇവന് എംബാപ്പേനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. എംബാപ്പയോ ക്രിസ്ത്യാനോ റൊണാൾഡീനോ ഗൈസ് 95 ഐക്കോൺ. ഇവന്റെ ടീം ഇവന്റെ ടീമിൽ ഹെൻറി ഉണ്ട്, ഹെൻറി, വെരോൺ, പപ്പിൻ എല്ലാരും ഉണ്ട്. മാൻ യുണൈറ്റഡ് ആണ് ടീം. പ്രോ 2 ആണ് ഇവൻ. ഹെഡ് ടു ഹെഡ് അല്ല, VS അറ്റാക്ക്. ഞാൻ പ്രോ 2 ആണ്. പ്രോ 1 കുറേ ദിവസം കണ്ടാണ് കയറിയത്. പിന്നെ പ്രോ 3 എങ്ങാനും കയറാൻ നോക്കിയപ്പോഴാണ് എല്ലാ പ്രോ 3 ഇവന്റെ ഫ്രണ്ടിന്റെ ലൈനപ്പ് സ്റ്റീല് മാർട്ടിനസ്,
മാർട്ടിനസ്, എംബാപ്പെ, യൂസേബിയോ, റിച്ചാർലിസൺ, മെസ്സി, മോഡ്രിക്, ബെലിംഗം, കോൾ, ഗാർഡിയോൾ, തിയാഗോ സിൽവ, ഹക്കീം. ഇവന്റെ ഫ്രണ്ടിന്റെ ടീം സീനാണ്. 131 കെമിസ്ട്രി 100. ഫുള്ള് വേൾഡ് കപ്പ് ആൾക്കാരാണ്. മാർട്ടിനിസ്, എംബാപ്പെ, പിന്നെ ആകെ കോള് മാത്രമേ ഉള്ളൂ പ്രൈം ആയിക്കോളും. അതും എല്ലാരും 18ഉം 19 പ്ലസ് ആണ്. എസോബിയോ പ്രൈം അല്ലേ? ആ, ഇസേബിയോ പ്രൈം ആയിക്കോണാണ്. 114 ക്യാപ്റ്റൻ മെസ്സിയാണ്. 112 ഗോളി 112ന്റെ മാർട്ടിനസ്. പണ്ടത്തെ വേൾഡ് കപ്പ് കണ്ടായിരിക്കും മനസ്സിലാവും. അതെ, 22 വേൾഡ് കപ്പ് പോയി കിടക്കും. നമ്മ റൊണാൾഡോ ഫാൻസ് ആണ്. എംബാപ്പെ ഫാൻസ് ആണ്. 1 2 അല മദ്രിദ്. റിയാക്ഷനിട്ട് കിടക്കാം. അയ്യോ എന്താണ് ഓക്കെ ഗൈസ്, എൻ്റെ ഫ്രണ്ടിൻ്റെ എന്താണ് കണ്ടോണ്ടിരിക്കണേ. ഇതൊക്കെയാണല്ലോ ഡ്രീം സ്ക്വാഡ്. റൊണാൾഡോ ഇല്ലാണ്ട് പിന്നെ ആരുണ്ടാവും? റൊണാൾഡോ ഗോട്ടാണ്. ഒരു കോട്ട് ദൈവമേ. ഹക്കീമിയുടെ ട്രെയിനിങ് 131. വല്ലാതെ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചെടുത്ത ടീമാണ് മോനെ. പക്ഷെ ഇതിന് ഫുള്ള് വീവാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നാഷണൽ ഹീറോസ് ആണ് നമ്മുടെ മെയിൻ ഇവന്റ്. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ മെയിൻ ഇവന്റ്. ഡുബ്രാക്കേവയാണ് ഇവന്റെ ഗോളി. മാൻ യുണൈറ്റഡ് സ്റ്റാർസ് ആണ്. ഹെൻറി ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫ്രാൻസ്. പിന്നെ വെരോണുണ്ട്. വെരോൺ നല്ല CM ആണ്. 94 റേറ്റഡ്. ഏറ്റവും കൂടുതൽ മറ്റേവനാണ് കാനഡക്കാരൻ. പാപ്പിനുണ്ട്. ഫ്രഞ്ച് പഴയ സ്ട്രൈക്കർ. ഐക്കോൺ അല്ല, നാഷണൽ ഹീറോസ് ആണ്. ഇവൻ പെലേക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മറ്റേ ഡ്രോബിക്കോ പെലെ എന്ന് പറഞ്ഞ ഒരു ഇവന്റില്, സൈഡ് ഇവന്റ്. അതിൽ 108 പെല കിട്ടും. ആ പെല ഇവന് കിട്ടും. നോക്കാം, ഈ വീഡിയോയിൽ കിട്ടിയെങ്കിൽ കിട്ടും. ഇത് ലാസ്റ്റ് ഡേ ആണ് ഈ വീഡിയോന്റെ, അല്ല ആ ഇവന്റിന്റെ. അത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വാല്യൂ ചെയ്യാനേ കഴിയുള്ളൂ. ഇവന് 0 മില്യൺ ഉണ്ട്. നിയർത്തു 2 മില്യൺ. പക്ഷേ പെലയുടെ ഈ വീഡിയോയിലൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഈസ് ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ. 190 എംബാപ്പെ, പാരീസ് സെയിന്റ് ജർമ്മൻ. എംബാപ്പെ നാഷണൽ മാച്ചസ് ലെവൻഡോസ്കില്ലേ പോയത്? കുറെ ഈ വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ നോക്കട്ടെ, എനിക്കത് എന്താ സംഭവം ഞാൻ നോക്കിയായിരുന്നു എനിക്ക് പറയാം. ഞാൻ മാച്ചാണ് വെക്കാൻ പോകട്ടെ. മാച്ച് സെക്കൻഡ് ഹാഫ് ആണ്. 80 മിനിറ്റ്സ് കാണാം. ഈ മാച്ച് കൂടി കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ നിർത്തണമായിരിക്കും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ ഇവനുണ്ടാവില്ല. കാരണം ഇവന് ഇന്ന് തന്നെ പോകണമായിരിക്കും. കാരണം ഇവന് എൻ്റെ വീട്ടിൽ വന്ന കാരണം അങ്ങനെ കാണും. ഞാൻ കഴിഞ്ഞ മുമ്പ് പണ്ടത്തെ കളി. ഓക്കെ, മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എടുത്തോളത്തിന് എസ്റ്റോഗിയുടെ ഒരു സ്ട്രൈക്ക് എന്നൊക്കെ. ഇവൻ നല്ലോണം കളിക്കുന്നുണ്ട്. ഗോളടിക്കും. ഈ ഫിഫയിലെ AI ഭയങ്കര കമ്പറ്റീവ് ആയിരുന്നു. സാസിസിന് പാസ് ഇപ്പൊ ഇവന്റെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത്. ഓ, റെയിൻബോ ഫ്ലിക്ക് അടിച്ചു ഡിഫൻഡറിനെ. ഇവൻ പണ്ട് പറയണ പോലെ തന്നെ കോർണറാണ്. എസ്താക്യൂ വാക്യൂസിന് കൊടുത്തു. ലൂക്കാസ് വാക്യൂസ് ആണ്. അവിടെ മാൻ. ഓ, ഒരു ലോങ് ഷോട്ട് അടിച്ചു. ജസ്റ്റ് ബാർമ തട്ടിപ്പോയി. അങ്ങനെ ഫുൾ ടൈം ആണ് 0-0. ഇവന് റൊമേനിയയുടെ അടുത്ത് ജയിക്കാൻ കഴിഞ്ഞില്ല. പണ്ടാണ്. ഫെയിൽഡ് ആണ്. അപ്പൊ ഒന്നും കൂടി ചിലപ്പോ കളിക്കേണ്ടി വരും.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര ഉള്ള നിർത്തണം. കാരണം ഈ മാച്ചിന് സെക്കൻഡ് പാർട്ട് ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം, നല്ല ലെങ്ത് ഇട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഓക്കെ, ടാറ്റാ. സോ വാട്ട്സ് ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ ഓൾഡ് വീഡിയോസ് ആണ്. അപ്പോൾ എൻ്റെ ഓൾഡ് വീഡിയോസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ട് ഫിഫയും പിന്നെ കുറച്ച് ഫെദർസിനൊക്കെയാണ്. ഇവര് ഈ വഴിക്കിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റിയാക്ഷനിലോട്ട് കിടക്കാം. അയ്യോ, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് എന്താണ്, ഞാൻ റിയാക്ട് ചെയ്യാൻ പോണത് എൻ്റെ